പെങ്ങളെ ഇവിടെ നമ്മുടെ VHR ഷാജിയുടെ വീട് ഇതാണോ? അതെ അതെ. ഒരു തടി കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. 3-4 മരങ്ങളുണ്ട്. ഏതാ ഉദ്ദേശിച്ചത്? ചന്ദനം. ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. അതൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വാ. ഏതാ? മറ്റേ തടി. ശരി. അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ നീ ഇത്തടുത്ത് ചോദിക്കണം. തടി കണ്ട്, പക്ഷെ ഉദ്ദേശിച്ചത്ര വണ്ണമില്ല. എന്ത് വിലഭാഗം തോന്നുന്നു പറയാവോ? വണ്ണമില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്കിവിടെ ഒരു 25,000 രൂപ കിട്ടണം. അതിൽ കുറച്ചുള്ള കച്ചവടത്തിന് ഞാനില്ല. എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണം. എന്താ അറിയാം, ഒരു 5 രൂപ കുറച്ച് 20 രൂപയ്ക്കകത്ത് കച്ചവടം ഉറപ്പിക്കും പെങ്ങളെ. ഇല്ല, പറ്റത്തില്ല. എനിക്ക് എന്തായാലും 25 കുറച്ചുള്ള കച്ചവടത്തിന് ഞാനില്ല. 2 ചെറുപ്പക്കാര് വന്നല്ലേടി, ആ വില വലിയ കൂടുതലാണ്. മേടിച്ചതിന് കുറേ. മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാ. പിള്ളാരെ, നിങ്ങൾക്ക് തടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ എനിക്ക് ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ. എന്താ രാവിലെ തുടങ്ങിയാണല്ലേ വിളി? എന്താ പറ്റി? പുറകിലോട്ട് വാ. എന്തോ കാര്യം നീ പറയാ. നീ വാട കാണിച്ചു തരാം. ഇവിടെ നിന്നേ മരം എന്തേ? ചന്ദനം. ഒന്നും പറയണ്ട. ഇന്നലെ സന്ധ്യക്ക് 2 കാലമാടന്മാര് വന്ന് ഇതിന് വില ഇട്ടിട്ട് പോയതാ. അവര് 20 പറഞ്ഞ് ഞാൻ 25 പറഞ്ഞത്. ചന്ദനത്തിന് 25? നീ മന്ന ബുദ്ധിയാന്ന്. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഇതിന് 1.5 ലക്ഷം രൂപ വില കിട്ടുന്ന സാധനമാ. ആണോ? എന്തായാലും പോയി. അവന്മാരെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവത്തില്ല. നമുക്ക് കേസ് കൊടുക്കണം. നീ എന്റെ കൂടെ വാ. കേസ് കൊടുക്കാനാ? ചന്ദനം വരെ മുറിച്ചാനാ? ഒരു മന്ന ബുദ്ധി ആദ്യം ഈ സാധനം വളർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പിന്നെ ഇത് മുറിക്കണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇത് രണ്ടും ചെയ്യാതെ ഇത് ഇവിടുന്ന് കട്ടോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോയല്ലേ, ആദ്യം നിന്നെ പിടിച്ചകത്തിടും. 10 പൈസയുടെ ബുദ്ധിയുണ്ട് ഇരിക്കുക. കയ്യിൽ ഇന്നലെ 20,000 എണ്ണി കൈ തന്നതാളിയാ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റിരിക്കുവാടാ. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയിരിക്കും. എന്നാ നിങ്ങൾ എന്തെങ്കിലും അങ്ങ് ചെയ്തോ, ഞാനങ്ങ് പോയേക്കാവേ. ഇത്ര കാശ് നീ അവിടുത്തെ സമ്മതിച്ചേക്കട്ടെ. 20,000. നീ ഒരു കാര്യം ചെയ്യും, അത് നീ വന്നേരെ. അറിയത്തില്ല. നീ എനിക്ക് മനസ്സമാധാനത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ പാലിന്റെ അകത്തൊരു കുളിക പൊടിച്ചിരുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ അത് തന്നെ ചെയ്യാം. പൈസ ചേരാവോ? അപ്പൊ എപ്പോ വെട്ടാനോ? രാത്രി 12 മണിക്കൊന്ന് വെട്ടിക്കും. ഇല്ല, ഇന്ന് അവള് കട്ടില് കണ്ടാ പിന്നെ രാവിലെ എണ്ണിക്കത്തുള്ളൂ. ഈ പുളി കഴിക്കുന്നുണ്ട്. പൈസ തന്നെ. ആ പൈസ നേരം